ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ട് പുതിയ ചില ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ഒരു എന്താണ് പറയുന്നത്, ആധുനികതയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു മോഡേൺ വേൾഡിൽ നമ്മളുടെ രാജ്യത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ, അത് സമസ്ത മേഖലകളിലും, തൊഴിൽ മേഖലയിൽ നിന്ന് മാത്രമല്ല, എല്ലാ രീതിയിലുള്ള നിയമങ്ങളും കാലാകാലങ്ങളിൽ കൃത്യമായി പരിഷ്കരിക്കുകയും ആ നിയമങ്ങളെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് രാജ്യത്തും സമൂഹത്തിലും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഒരു മോഡേൺ സമൂഹമായിട്ട് മാറുവാനും അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലൊക്കെ ഉള്ള ഇപ്പം തൊഴിൽ മേഖലയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പം നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ അതുപോലുള്ള ലോസ് ഒക്കെ ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇപ്പോൾ ബാങ്കിങ് ലോസ്, ഇൻഷുറൻസ് ലോസ്, മറ്റ് ഫൈനാൻഷ്യൽ ലോസ്, ഇതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും സമകാലീന ലോകവുമായിട്ട് നമുക്ക് ബന്ധമുള്ളതായിരിക്കണം. പഴയ നിയമങ്ങളെ വെച്ചുകൊണ്ട് നമുക്കിപ്പോഴും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ സമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒത്തിരി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോഴും, തീർച്ചയായിട്ടും പല മേഖലകളിലും. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇക്കോണമിയായിട്ട് നമ്മളെ മാറ്റുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പഴഞ്ചൻ നിയമങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പുതിയ തൊഴിൽ നിയമം അല്ലെങ്കിൽ ചില ചട്ടങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ പഴയ ഏകദേശം 29 തൊഴിൽ നിയമങ്ങളാണ് നമുക്ക് എടുത്തു മാറ്റുവാൻ സാധ്യമായത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞ വിജ്ഞാപനം ഗവൺമെൻറ് കൊണ്ടുവന്നത്. അങ്ങനെ പുതിയ 4 തൊഴിൽ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. 29 നിലവിലുള്ള കേന്ദ്ര തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് ഈ പറഞ്ഞ പുതിയ ചട്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഏതൊക്കെയാണ് ഈ 4 പുതിയ ചട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അത് വേതന ചട്ടം, അതായത് കോഡ് ഓൺ വേജസ് 2019 ഒരു നിയമം അനുസരിച്ചിട്ടുള്ള. അതുപോലെ തന്നെ വ്യവസായ ബന്ധ ചട്ടം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സാമൂഹ്യ സുരക്ഷ ചട്ടം, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ ചട്ടം, ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നൊക്കെ പറയുന്ന 2020 ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെയാണ് ഗവൺമെൻറ് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ പഴകിയ, അതുപോലെ തന്നെ അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത, ഓർഗനൈസ്ഡ് അല്ലാത്ത നമ്മുടെ രാജ്യത്ത് അറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, സംവിധാനങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി, യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെപ്പോലുള്ള പൗരന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ആര് ഭരിച്ചു കഴിഞ്ഞാലും, ഏത് ഗവൺമെൻറ്, ഏത് പാർട്ടി നമ്മളുടെ കേന്ദ്രത്തിലായാലും സംസ്ഥാന തലങ്ങളിലായാലും ഭരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള നിയമങ്ങളെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളെ ഉണ്ടാക്കുകയും അവയെ പ്രാബല്യത്തിൽ നടപ്പിലാക്കുകയും കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് പുരോഗതി പ്രാപിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ ഇക്കണോമിക് എന്നൊക്കെ പറയുന്ന സാമൂഹിക തലത്തിലും സാമ്പത്തിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ തന്നെ, അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ തലത്തിലും ഒക്കെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, നമ്മളെ മോഡേൺ സൊസൈറ്റി ആയിട്ട് മാറ്റിയെടുക്കുവാൻ ഈ പറഞ്ഞ ഏറ്റവും മെച്ചപ്പെട്ട ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ചട്ടങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം പഴയ നിയമങ്ങളെ അല്ലെങ്കിൽ ചട്ടങ്ങളെയൊക്കെ തന്നെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ അവയൊക്കെ ലഘൂകരിച്ചിട്ട് റിഫൈൻ ചെയ്തിട്ട് കൂടുതൽ തൊഴിലാളി എംപ്ലോയീസിന് അല്ലെങ്കിൽ ലേബറേഴ്സിന് കൂടുതൽ വെൽഫെയറും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ തന്നെ ഉറപ്പാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ലേബർ ലോസിൽ ഒക്കെ തന്നെ വളരെ റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഈ പറഞ്ഞ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് തൊഴിൽ മേഖല. അപ്പൊ ആ മേഖലയിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മാറ്റങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന രീതിയിലും ഒക്കെയുള്ള മാറ്റങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങളൊക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇനി ഇതിനകത്തുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രസ് റിലീസിനകത്തിൽ അവർ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് 4 ലേബർ കോഡ്, അതായത് ലേബർ ലോസിലുള്ള 4 ലേബർ കോഡ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, അത് സ്ട്രീംലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പിന്നെ ബെറ്റർ വേജസ്, സേഫ്റ്റി, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ, അതുപോലെ തന്നെ എൻഹാൻസ്ഡ് വെൽഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, ക്ഷേമ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമുക്ക് എപ്പോഴും നല്ലതാണ്. മാറ്റങ്ങൾ മെച്ചപ്പെട്ട ജീവിത രീതികളും അവസ്ഥകളും ഉണ്ടാക്കിയെടുക്കണം, അതിന് ഉതകുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിന് സഹായകരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും ഈ പറഞ്ഞ മേഖലകളിലെ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എല്ലാ ജോലിക്കാർക്കും നിയമന ഉത്തരവ് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഏത് തൊഴിലാളിക്ക്, ഏത് തൊഴിലുടമ ആർക്ക് തൊഴിൽ കൊടുത്താലും നിയമന ഉത്തരവ്, അതായത് നമ്മളിപ്പം ഈ എന്താ പറയുന്നത്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നൊക്കെ പറയും, ഓഫർ ലെറ്റർ എന്നൊക്കെ നമ്മൾ പറയും കോർപ്പറേറ്റ് ടേംസിലൊക്കെ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ, നിയമനം സംബന്ധിച്ചുള്ള ഉത്തരവ്, ലെറ്റർ വളരെ അത്യാവശ്യമാണ്. അത് എല്ലാ തൊഴിലാളികൾക്കും അത് ലഭിച്ചിരിക്കണം. എല്ലാ തൊഴിലുടമകളും അത് നിർബന്ധമായും നൽകണമെന്നാണ് പുതിയ മാറ്റം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതൊരു എഗ്രിമെന്റ് ആണ് തീർച്ചയായിട്ടും. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു എഗ്രിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞത്. അതിലെ ഗിഗ് വർക്കേഴ്സിനടക്കം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സാർവത്രിക എന്ന് വെച്ചാൽ എല്ലാവർക്കും സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ഉണ്ടാകണം. PF, ESI ഇതൊക്കെയാണല്ലോ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കവറേജുകൾ എന്ന് പറയാം. ഇൻഷുറൻസ്, ESI, PF ഇതൊക്കെ തന്നെ എല്ലാവർക്കും, ഗിഗ് വർക്കേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും ലഭിച്ചിരിക്കണം. അതുപോലെ എല്ലാ ജീവനക്കാർക്കും മിനിമം വേജസ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊന്നും ഇന്ത്യയിൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ തൊഴിൽ മേഖല വളരെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമായി കിടക്കുന്നതും അല്ലെങ്കിൽ നിലനിൽക്കുന്നതും. അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം ഒന്ന് സ്ട്രീംലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഉടച്ചു വാർത്ത് അതിനെ ഒരു ഓർഗനൈസ്ഡ് ആക്കി എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിലേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും സ്വാഗതാർഹം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷം തോറും സൗജന്യ ആരോഗ്യ പരിശോധന. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് നിയമം മൂലം പിന്നെ അല്ലെങ്കിൽ നിയമത്തിൽ കൂടെ നിയമം പാസ്സാക്കുമെങ്കിലും ഇപ്പൊ എല്ലാവരും ഇതൊന്നും അനുസരിച്ച്, നിയമം അനുസരിച്ച് ഇവിടെ ബിസിനസ് ചെയ്യുന്ന തൊഴിൽ എന്താ നമ്മുടെ തൊഴിലുടമകൾ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കള് എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും അനുസരിച്ച് മുമ്പോട്ട് പോകണം നിർബന്ധങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോഴും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സെക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇപ്പം കോർപ്പറേറ്റ് ലെവലുള്ള അല്ലെങ്കിൽ അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യുമായിരിക്കും. പക്ഷേ ബാക്കി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിലെ അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്, തൊഴിൽ ദാതാക്കളൊക്കെ തന്നെ ഉണ്ട്. അവരൊന്നും ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിയമം അതിന്റെ വഴിക്ക് പോകും. ഇപ്പോഴും നമുക്കറിയാം, നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല ഇന്ത്യയിൽ ഒട്ടുമിക്ക ആൾക്കാരും, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും ഒക്കെ നമുക്കറിയാം ഒത്തിരി നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാണ്. നിയമവിരുദ്ധം എന്ന് പറയുമ്പോൾ അറിഞ്ഞും അറിയാതെ ഒക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ അതെല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർക്ക്, തൊഴിലാളികൾക്ക് പിന്നെ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ വർഷം തോറും ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് എക്സാമിനേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. സമയബന്ധിതമായിട്ട് വേതനം നൽകുന്നത് നിർബന്ധമാണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യ ഡേറ്റിൽ തന്നെ വേതനം കൊടുത്തിരിക്കണം, വേജസ് അല്ലെങ്കിൽ ശമ്പളം കൊടുത്തിരിക്കണം. അതുതന്നെ സ്ത്രീ ജോലിക്കാർക്ക്, വനിതകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാമെന്നുള്ള പിന്നെ ഒരു മാറ്റവും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ തീർച്ചയായിട്ടും IT സെക്ടറിലും അതുപോലുള്ള സെക്ടറിലൊക്കെ തീർച്ചയായിട്ടും വനിതകളൊക്കെ തന്നെ, സ്ത്രീകളൊക്കെ തന്നെ പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക്
അറിയാവുന്നതാണ്. പക്ഷെ അതിന് നിയമം മൂലം അതിനൊരു നിയമ സാധ്യത ഉണ്ടാകണം, അതിനൊരു എന്താ പറയുക ലീഗാലിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം അതിലേക്കുള്ള മാറ്റങ്ങളാണ് ഇപ്പം ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് എല്ലാ ജോലിക്കാർക്കും നിയമന ഉത്തരവ് കിട്ടുന്നതാണ്. നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്, നമുക്കൊരു അഷുറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ജോലി ലഭിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ തൊഴിൽ തൊഴിലാളിക്ക് ഒരു അഷുറൻസ് ഉണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്നും. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇൻഷുറൻസ്, PFI, ESI, ഇതിൻ്റെയൊക്കെ സോഷ്യൽ കവറേജ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. മിനിമം വേതനം അത്യാവശ്യമാണ്, മിനിമം വേജസ്. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഹെൽത്തിനെ കുറിച്ച് തൊഴിലുടമകൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. അവരുടെ വൈദ്യ പരിശോധന അല്ലെങ്കിൽ ആരോഗ്യ പരിശോധന ഫ്രീ ആയിട്ടുള്ള വർഷം തോറുള്ള 40 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ പരിശോധന നിർബന്ധമാക്കണം. അതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള വേതനം നൽകുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇതുവരെ നിയമത്തിന്റെ പ്രാബല്യം ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അതിന് നിയമത്തിന്റെ ഒരു പ്രാബല്യം കൂടെ ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിലാണ് ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നിശ്ചിത കാല കരാർ ജോലിക്കാർക്ക് എന്നുവെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡിലേക്ക്, നമുക്കിപ്പോൾ കോൺട്രാക്ട് വർക്കേഴ്സ് എന്നൊക്കെ പറയാൻ നമുക്ക് പറയും. അവർക്ക് ഒരു വർഷം കഴിഞ്ഞാൽ സ്ഥിരം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എവിടെയും തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ മിനിമം എന്താണ് അഷുറൻസ് അല്ലെങ്കിൽ മിനിമം കാര്യങ്ങൾ നിയമത്തിന്റെ പ്രാബല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തൊഴിൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പല ചൂഷണങ്ങളിൽ നിന്നും അവർക്ക് ഒരു കുറെ എങ്കിലും നമുക്ക് ഒരു മോചനം ലഭിക്കും. കാരണം നിയമത്തിന്റെ പ്രാബല്യമുണ്ട്. നിയമം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമത്തിന്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഇപ്പം നമുക്ക് ഈ ഒരു ഒരു ജോലിക്കാരനെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നിയമന ഉത്തരവ് ലഭിക്കുന്നില്ല. വാക്കാൽ മാത്രമേ ഒരു തൊഴിലാളിക്ക് ജോലി കൊടുത്ത് അതിനുശേഷം പല രീതിയിലുള്ള ഏതെങ്കിലും ഈ പ്രോമിസ് എന്ന് പറയുന്നത് പ്രതിജ്ഞകൾ ഈ എംപ്ലോയർ ലംഘിക്കുകയാണെങ്കിൽ നമുക്കതിനൊന്നും ഒരു എന്താണ് പറയുന്നത് ഒരു നിയമസാധ്യതയില്ല നമുക്കുണ്ടാകും. ഇപ്പം നിയമന ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്തിൽ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചും ശമ്പളത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും വർക്കിംഗ് ടൈമിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ തൊഴിലാളിക്ക് ലഭിക്കുന്ന പിന്നെ ബെനിഫിറ്റ്സിനെ കുറിച്ചും എല്ലാം തന്നെ അതിനകത്തിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് തൊഴിലുടമ ഇതെല്ലാം കൊടുക്കുവാൻ നിർബന്ധിതനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ അങ്ങനെ ചൂഷണം ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് നിയമസാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളെ സംബന്ധിച്ച് അതൊരു ഗ്യാരണ്ടിയാണ്, അവർക്കൊരു അഷുറൻസ് ആണ്, ഉറപ്പാണ് ശരിക്കും പറഞ്ഞത്. അപ്പം നിശ്ചിതകാല കരാർ ജോലിക്കാർക്ക് ഒരു വർഷം കഴിഞ്ഞാൽ സ്ഥിരം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നുള്ളൊരു മാറ്റമുണ്ട്. അതുപോലെ ഗിഗ് പ്ലാറ്റ്ഫോം ജീവനക്കാർക്ക് നിയമപരമായ അംഗീകാരം, അഗ്രഗേറ്റർമാർ വിറ്റുവരവിൻ്റെ 2% അവരുടെ ക്ഷേമ നിധിയിലേക്ക് സംഭാവന നൽകണം എന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, എവിടെയായാലും തുല്യവേതനം ലഭിക്കാനുള്ള മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. വിവേചനം പാടില്ല. ഈ ജെൻഡറിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ, അതായത് പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവും വേതനം എന്നുള്ള ലിംഗവിവേചനം ഒന്നും അവിടെ പാടില്ല. എല്ലാവർക്കും ഒരേ അവസരം, തുല്യവേതനം. രാത്രിയിൽ ഡ്യൂട്ടിക്കുള്ള അവസരം സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. അതിന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ജോലി കൊടുക്കുന്ന എംപ്ലോയറുടെ അല്ലെങ്കിൽ തൊഴിൽദാതാവിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ യുവ ജീവനക്കാർക്ക് മിനിമം വേതനം, നിയമന ഉത്തരവ്, അർഹമായിട്ടുള്ള ലീവിലും വേതനം എന്നിവ നിർബന്ധം. അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ആൾക്കാർക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ളൊരു സെക്ടറിൽ, കാരണം എല്ലാ സെക്ടറിനെയും ഓർഗനൈസ്ഡ് ആക്കുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ബാധകമാണ്. ഓർഗനൈസ്ഡ് ആയാലും അൺഓർഗനൈസ്ഡ് ആയാലും. അൺഓർഗനൈസ്ഡ് സെക്ടർ ആയാലും ഒരിടത്ത് ഒരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഈ നിയമം ബാധകമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ തൊഴിൽ ഉടമയ്ക്ക് കൈമലത്താൻ സാധിക്കത്തില്ല. നിയമന ഉത്തരവ് കൊടുത്തേ പറ്റത്തുള്ളൂ, ചെറുതും വലുതും ജോലിക്ക്. മനസ്സിലായല്ലോ? ഓക്കെ.
അപ്പം അർഹമായിട്ടുള്ള ലീവിൽ വേതനം കൊടുക്കുക, ഇതൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. MSME ജോലിക്കാർക്ക്, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ജോലിക്കാർക്ക് സാമൂഹിക സുരക്ഷാ കവറേജ്, മിനിമം വേതനം, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചില ബീഡി പ്ലാന്റേഷൻ, ടെക്സ്റ്റൈൽസ്, ഡോക്ക് വർക്കർമാർക്കൊക്കെ കൂടുതൽ സുരക്ഷ അത്യാവശ്യമാണ്. ചികിത്സാ ക്രമീകരണം, ഓവർ ടൈം പേയ്മെന്റ് നിർബന്ധമാണ്. ഇതൊക്കെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം ആരും ഓവർ ടൈം കൊടുക്കത്തില്ല. ജോലി ചെയ്യിപ്പിക്കും ഇഷ്ടം പോലെ ഇട്ട്, പക്ഷേ ഓവർ ടൈം കൊടുക്കത്തില്ല. കാരണം അതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒന്നുമില്ല. ഇപ്പം നിയമം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എംപ്ലോയിക്ക് ഓവർ ടൈം ജോലി ചെയ്യുവാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ, കാരണം എംപ്ലോയറുടെ നിർദ്ദേശം എന്ന് വെച്ചാൽ ഓവർ ടൈം ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓവർ ടൈം പേയ്മെന്റ് നിർബന്ധമാണ്, കൊടുത്തേ പറ്റത്തുള്ളൂ. നേരത്തെ അതിന് നിയമങ്ങളില്ലാതെ ചട്ടങ്ങളില്ലായിരുന്നു. അതുപോലെ IT, ITES മേഖലയിലൊക്കെ തന്നെ ഓരോ മാസവും 7-നകം ശമ്പളം നൽകുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റ് അവസരം, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കയറ്റുമതി എക്സ്പോർട്ട് മേഖലയിലൊക്കെ തന്നെ തൊഴിലാളികൾക്ക് PF-നും ഗ്രാറ്റുവിറ്റിക്ക് അർഹത. അപ്പം ഇങ്ങനെ സമസ്ത മേഖലകളിലും ഈ പറഞ്ഞ മാറ്റങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് തൊഴിൽ മേഖല പരിഷ്കരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശ്യ എന്താണ് മേഖലയായിട്ട് ഒത്തിരി കാലമായിട്ട് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇനിയും നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുവാനുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം മാറ്റങ്ങൾ പെട്ടെന്ന് പറ്റത്തില്ല. ഗ്രാജുവലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മാത്രമേ ഏത് മേഖലയിലായാലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് മിനിമം ജീവിത സാഹചര്യങ്ങൾക്ക് താഴെ കഴിയുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം, ലിംഗസമത്വ തൊഴിൽ വ്യവസ്ഥകള്, ട്രൈബ്യൂണൽ വഴി അതിവേഗ തർക്ക പരിഹാര വ്യവസ്ഥ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം. കാരണം ഒരു തൊഴിലാളിക്ക് തൊഴിലുടമയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് സമീപിക്കാൻ ഒരു സംവിധാനമില്ല. അപ്പം ഇതുപോലുള്ള ട്രൈബ്യൂണലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് രാജ്യവ്യാപകമായിട്ട് എവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കും തൊഴിൽ പ്രശ്നം ഉണ്ടായാൽ എംപ്ലോയറിൻ്റെ ഭാഗത്തുനിന്ന്, തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രോമിസിൻ്റെ ലംഘനം എന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അർഹമായിട്ടുള്ള ലീവ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അർഹമായിട്ടുള്ള ലീവിൽ വേതനം കൊടുക്കാതിരിക്കുകയോ ഇതുപോലുള്ള ഏത് പ്രശ്നങ്ങളുണ്ടായാലും തൊഴിലാളികൾക്ക് സമീപിക്കുവാൻ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളും അവസ്ഥകളും ഉണ്ടാകണം. അപ്പോൾ അത് ഈ ട്രൈബ്യൂണലിൻ്റെ ഒക്കെ എന്താണ് പറയുന്നത്, ട്രൈബ്യൂണലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി അത് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് കൂടുതൽ അത് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാരണ്ടി, അവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ 500-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലെ സുരക്ഷാ സമിതി നിർബന്ധമാണ്. കാരണം ഒത്തിരി വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുണ്ടല്ലോ 500-ൽ കൂടുതൽ തൊഴിലാളികളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ സുരക്ഷാ സമിതി നിർബന്ധം എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ തൊഴിലാളികളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താം എന്ന് ഉള്ളതിനെക്കുറിച്ചുള്ള നയങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഒക്കെ പിന്നെ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമിതി അവിടെ മസ്റ്റായിട്ട് ഉണ്ടാകണം. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒത്തിരി സ്ഥാപനങ്ങൾ 500-ൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇനിയും മുതൽ നിർബന്ധമാണ്, നിയമപരമായിട്ട് നിർബന്ധമാണ്. അപ്പോൾ തൊഴിലുടമയ്ക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊന്നും തന്നെ കോംപ്രമൈസുകൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുവാൻ സാധ്യമല്ല. കാരണം അത് നിയമത്തിൻ്റെ വയലേഷനായിട്ട് മാറും. എംപ്ലോയീസിന് തീർച്ചയായിട്ടും നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് തൊഴിലുടമയ്ക്കെതിരെ ഇതുപോലുള്ള വയലേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം 500-ൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഈ സെക്യൂരിറ്റി എന്താ അതിനൊരു കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, എംപ്ലോയീസിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതുപോലൊരു അഡ്വൈസറി കൗൺസിലൊക്കെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ള വയലേഷൻ ആയിട്ട് മാറും. അവിടെ ഏതെങ്കിലും തൊഴിലാളിക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിയമപരമായിട്ട് ആ തൊഴിലുടമ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ചില പ്രധാന 4 ചട്ടങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അതെങ്ങനെ ബാധിക്കുന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ലേബറാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ഈ റിഫോംസ് വരുന്നതിന് മുമ്പ് മാൻഡേറ്ററി അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒന്നും ആവശ്യമില്ലായിരുന്നു, അങ്ങനെ നിയമമൊന്നുമില്ലായിരുന്നു. ഇപ്പം
മാൻഡേറ്ററി അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് എല്ലാ വർക്കേഴ്സിനും വളരെ നിർബന്ധമായിട്ട് നിയമന ഉത്തരവ് അല്ലെങ്കിൽ നിയമന ലെറ്റർ കൊടുത്തിരിക്കണം. റിട്ടേൺ പ്രൂഫാണല്ലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിട്ടേൺ പ്രൂഫ് ആകുമ്പോൾ അതിനകത്തിൽ പിന്നെ ജോബിനെക്കുറിച്ചും സെക്യൂരിറ്റിയെക്കുറിച്ചും അതുപോലെ സാലറിയെക്കുറിച്ചും വേജിനെക്കുറിച്ചും ബെനിഫിറ്റ്സിനെക്കുറിച്ചും എല്ലാം അതിനകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. നമുക്കറിയാം ഒരു സാധാരണ ഓഫർ ലെറ്റർ എന്തായിരിക്കും എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓഫർ ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററിനകത്തിൽ ഇതെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഓതറൈസ്ഡ് സിഗ്നേച്ചേഴ്സ് അതിനകത്ത് കാണും. അപ്പോൾ അതൊരു റിട്ടേൺ പ്രൂഫാണ്, റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. അത് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് നേരത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഈ റിഫോമിന് ശേഷം അല്ലെങ്കിൽ ഈ മാറ്റത്തിന് ശേഷം എല്ലാ വർക്കേഴ്സിനും അതുപോലെ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെല്ലാം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്, അതായത് PFI, ESI, ഇൻഷുറൻസ്, മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കണമെന്നുള്ള നിബന്ധന വന്നിട്ടുണ്ട്. മിനിമം വേജസ് നേരത്തെ ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രീസിലും എംപ്ലോയ്മെൻറ്റ്സിലും ഒക്കെ ഉള്ളായിരുന്നു. ഒത്തിരി തൊഴിലാളികൾ ഈ പറഞ്ഞ മിനിമം വേജസിന് പുറത്തായിരുന്നു. കാരണം ഒരിടത്തും അങ്ങനെ നിയമമൊന്നുമില്ലായിരുന്നു. അപ്പോൾ തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ള വേതനമൊക്കെ നൽകിയിട്ട് അവരെ ചൂഷണം ചെയ്യാമെന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഇനി മുതൽ സ്റ്റാറ്റ്യൂട്ടറി, അതായത് നിയമപരമായിട്ട് മിനിമം വേജസ് അതൊക്കെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യും മിനിമം വേജസ് എത്ര ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നുള്ള ഓരോ മേഖലയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ടൈംലി പേയ്മെൻറ്റ്, സമയബന്ധിതമായിട്ടുള്ള ഈ പറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ വേതനം കൊടുക്കൽ. അതുപോലെ തന്നെ 40 വയസ്സിന് മേളിൽ, നമ്മൾ നേരത്തെ 40 വയസ്സിന് മേളിലുള്ളവർക്ക് ഇയർലി ഫ്രീ മെഡിക്കൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പുതിയ എന്താണ് മാറ്റങ്ങളിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടൈംലി വേജസ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് രാത്രിയിൽ അവർക്ക് പിന്നെ ചില മേഖലകളിൽ അവർക്ക് രാത്രിയിൽ ജോലി ചെയ്യാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ വർക്കുകളിലും എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് രാത്രിയിൽ ജോലി ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഗവൺമെൻറ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ തുല്യവേതനം ലഭിക്കാനുള്ള അവകാശവും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പുതിയ മാറ്റങ്ങളുണ്ട്. ESI കവറേജ്, ESIC കവറേജ്, അപ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭ്യമാക്കണം എന്നുള്ളൊരു ഇതാണ് നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള ചട്ടങ്ങൾ അവരെ ഗവൺമെൻറ് കൊണ്ടുവന്നതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസിൽ അതിനകത്തിലുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിതിനെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ നമുക്ക് എന്താണ് പറയുന്നത്, വളരെ അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ളൊരു മേഖലയാണ്. വളരെ ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് പറയുന്നത് ഉണ്ടാകേണ്ട ഒരു ആവശ്യകത ഇന്ത്യയുടെ തൊഴിൽ മേഖലയിലും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലും ഉണ്ട്. തീർച്ചയായിട്ടും ഇത്തരം വളരെ പിന്നെ എന്താണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ കൂടുതൽ പ്രോഗ്രസീവ് ആക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ നമ്മളുടെ മോഡേൺ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ ഫോഴ്സ്, ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ ഫോഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത്തരം നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഏത് ഗവൺമെൻറ്, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അല്ല ഏത് ഗവൺമെൻറ് ആയാലും ശരി, അവർക്ക് ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു കാര്യം ഉത്തരവാദിത്വമുണ്ട്. കാരണം അത് അവർക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള മാറ്റങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഇത് എല്ലാ തൊഴിലുടമകളും ഈ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ആർക്കും തന്നെ ഇതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ചെറുതെന്നോ വലുതെന്നോ പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഇതിനെ അവഗണിക്കാനോ സാധിക്കത്തില്ല. ഇനിയും തൊഴിലാളികൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടും എന്നുള്ളൊരു മാറ്റമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറയുന്ന ടോപ്പിക്കോട് അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.